നമസ്കാരം, ജാഗ്രതാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാം വരെയാണല്ലോ, ഡിഗ്രി പ്രിലിമിനറി എക്സാം വരികയാണ്. അപ്പൊ ആദ്യത്തെ എക്സാം നടക്കുന്നത് മെയ് 24-നാണ്, രണ്ടാം ഘട്ടം നടക്കുന്നത് എന്താണ് ജൂൺ 28-നാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇനി കുറച്ച് സമയങ്ങളേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി എങ്ങനെ പഠിച്ച് ഡിഗ്രി പ്രിലിംസ് നേടാം, അതിന് കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പൊ 24 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് ഒരു മാസത്തിനടുത്തേ ഉള്ളൂ, ഒരു മാസമേ ഉള്ളൂ എന്ന് തന്നെ പറയാം. അപ്പൊ ആ 30 ദിവസം കൊണ്ട് നമുക്ക് ഏതൊക്കെ ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ വെറുതെ കുറെ ടോപ്പിക്ക് പഠിച്ചിട്ട് കാര്യമില്ല, സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഡിഗ്രി പ്രിലിംസ് എങ്ങനെ കിട്ടും. അപ്പൊ ഇതുപോലെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറെ ഇടയ്ക്ക് വെച്ച് കുറെ പേർക്ക് ബ്രേക്ക് ആയി പോയി. അപ്പം എക്സാം ഡേറ്റ് വന്നു, ഇനി എന്ത് പഠിച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് വരാം എന്നുള്ളതാണ് കുറെ പേര് ചിന്തിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏതൊക്കെ ടോപ്പിക് ഇനി പഠിക്കണം എന്നാണ്, അതായത് മൊത്തം പഠിച്ചു തീർക്കാനുള്ള സമയമില്ല നമുക്ക്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരതിനെ പൊക്കോട്ടെ, അവർക്ക് ഈ ഒരു മാസം എന്താ റിവിഷൻ പോലെ കൊണ്ടുപോവാം. അല്ലാതെ കുറെയൊക്കെ പഠിച്ചു, ഇനി കുറച്ചുകൂടി പഠിക്കാനുണ്ട്, അത് എങ്ങനെ പഠിക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടോപ്പിക് ഞാൻ പറഞ്ഞുതരാം. ആ ടോപ്പിക്ക് പഠിച്ചാൽ ആ ടോപ്പിക്കിൽ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിഗ്രി പ്രിലിംസ് നേടാൻ പറ്റും. അപ്പൊ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതുകൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, മെയ് 24 എന്ന് പറയുമ്പോൾ കുറച്ച് സമയമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ഇനിയും തീരാത്തവർ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് പഠിച്ച് തീരാത്തവർക്ക് എന്ത് പഠിക്കണം എന്നറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഒരു ലാസ്റ്റ് നമുക്ക് ഒരു 30 ദിവസം ഉണ്ട്, അതിൽ എന്ത് ചെയ്യാവുന്നതാണ്. അപ്പം അത് സിലബസ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഏതിനൊക്കെയാണ് വെയിറ്റേജ് നോക്കി വെക്കുക, ഏതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യുക, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. വെയിറ്റേജ് കുറഞ്ഞതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ മാത്രം ഒന്ന് ജസ്റ്റ് നോക്കി പോവുക കേട്ടോ. അപ്പൊ ഇത് മെയിൻസിന്റെ പേപ്പർ 1 ആണ്, സെയിം തന്നെയാണ്, അതിന്റെ വെയിറ്റേജും കാര്യങ്ങളുമാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കാമെന്ന്. അപ്പം ഹിസ്റ്ററി, ജോഗ്രഫി ഓരോന്നായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. കേരള ഹിസ്റ്ററി എന്നാണെങ്കിൽ ഡച്ചുകാര്, പോർച്ചുഗീസുകാര്, പിന്നെ വിദേശ സഞ്ചാരികളും കൃതികളും അത് നോക്കുക. മാർത്താണ്ഡവർമ്മ സോയുന്നുള്ളത് അത് ഉറപ്പായിട്ട് നോക്കുക. പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം. ബാക്കിയൊന്നും നോക്കണ്ടെന്നല്ല, ഞാൻ വീണ്ടും പറയുന്നത്, ബാക്കിയൊന്നും നോക്കണ്ടെന്നല്ല. ഇനിയും കംപ്ലീറ്റ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ടോപ്പിക്ക് നോക്കിയിട്ട് പോയാൽ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. അങ്ങനെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് അക്ബർ നോക്കാം, സ്വാതന്ത്ര്യ സമരം, പിന്നെന്താണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങള് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലസ് എന്ത് ചെയ്യുക, NCERT ചാപ്റ്റേഴ്സ് കൂടെ നോക്കുക. NCERT ചാപ്റ്റേഴ്സ് വായിച്ചു പോയാൽ മതി, NCERT ചാപ്റ്റേഴ്സ് കൂടെ നോക്കുക. വേൾഡിലാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, റഷ്യനും ചൈനീസും ഒന്നും നോക്കണ്ടെന്നല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഫ്രഞ്ചും അമേരിക്കനും നോക്കാതെ പോയത്, പ്ലസ് അതിന്റെ NCERT ചാപ്റ്റേഴ്സും POIക്കും കൂടെ നോക്കുക. എന്തൊക്കെയാണ് അതിൽ നിന്ന് മുന്നേ ചോദിച്ചിട്ടുള്ളത്, 2021 മുതലുള്ള എല്ലാ പ്രിലിമിനറി എക്സാംസിന്റെ ക്വസ്റ്റ്യൻസും ഒന്ന് വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷം മാത്രം പോവുക. പിന്നെ ജിയോഗ്രഫിയിൽ വരുമ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ടം നോക്കുക, നദികൾ നോക്കുക, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് സിസ്റ്റം, എല്ലാ ഹൈവേസും നോക്കുക, വാട്ടർവേസും റോഡ് ട്രാൻസ്പോർട്ടും എല്ലാം നോക്കണം. ഇന്ത്യയിൽ നോക്കുമ്പോൾ നദികൾ നോക്കുക, അവിടെയും റിവേഴ്സ്, ഉത്തരപർവ്വത മേഖല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ ചുരങ്ങൾ നോക്കുക, മണ്ണിനങ്ങള്, അവിടെയും നമ്മൾ എന്ത് നോക്കണം, ട്രാൻസ്പോർട്ട് സിസ്റ്റം നോക്കണം. ഉത്തരപർവ്വത മേഖല വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കാലാവസ്ഥ, അതിന്റെ കാറ്റുകള്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ കുറച്ച് ചുരങ്ങള്, പിന്നെ മണ്ണിനങ്ങൾ, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. വേൾഡിലാണെങ്കിൽ എർത്ത് സ്ട്രക്ചർ നോക്കുക, അറ്റ്മോസ്ഫിയർ, വിങ്സ്, പിന്നെ സീസൺസ് ഉണ്ടല്ലോ അതുകൂടെ. പിന്നെ മാപ്പ് നോക്കുമ്പോൾ മറ്റേ രേഖകൾ, അത് ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. മാപ്പ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാം. പ്ലസ് എന്ത് ചെയ്യുക, NCERT ചാപ്റ്റേഴ്സ് കൂടെ നോക്കിയിരിക്കുക. ഇനി നമ്മൾ എക്കണോമിക്സ് നോക്കുവാണെങ്കിൽ എക്കണോമിക്സിൽ എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. 1-2 പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ നിങ്ങൾ എക്സാംസുകൾ, അതായത് POIക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് എന്താണ് പ്രോബ്ലമാറ്റിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അപ്പൊ അതെന്താണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ എന്താണ് നാഷണൽ ഇൻകമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രോബ്ലവും ചോദിക്കുക, അത് കൃത്യമായി പഠിക്കുക. GDP, NNV പ്രോബ്ലംസ് ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അത് GST സംബന്ധിച്ച ക്വസ്റ്റ്യൻസ്, കൗൺസിൽ, ടാക്സ്, റാങ്കിങ്, പിന്നെ നിതി ആയോഗ്, പിന്നെ അതിന്റെ റാങ്കിങ് ഉണ്ട്.
അത് ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് നോക്കിയാൽ മതി. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്കീംസ് നോക്കുക, പിന്നെ കേരള ബഡ്ജറ്റ് നോക്കുക, കേന്ദ്ര ബഡ്ജറ്റ് നോക്കുക കേട്ടോ. രണ്ടും നോക്കണം, കേരളവും നോക്കണം, കേന്ദ്രവും നോക്കണം. പിന്നെ ടാക്സ്, എല്ലാത്തിന്റെയും കൂടെ എന്ത് നോക്കുക, അതിൻ്റെതായിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ നോക്കി പോവുക. പിന്നെ സിവിക്സ് വരുമ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ്, RTI, പോക്സോ, പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി നോക്കുക. പിന്നെ കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് നോക്കണം, മന്ത്രിമാര്, പിന്നെ മുഖ്യമന്ത്രിമാര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ പ്ലസ് എന്ത് ചെയ്യുക, അതിന്റെ കറണ്ട് അഫയേഴ്സും കൂടി നോക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുവാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ, വളരെ ഇമ്പോർട്ടന്റ്. എല്ലാം പഠിക്കാൻ പറ്റില്ല, അത്രയും നല്ലത്. പക്ഷെ എന്നിരുന്നാലും ഇതുവരെ പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അമെന്റ്മെന്റ്സ് നോക്കുക, ടൈപ്സ് ഓഫ് അമെന്റ്മെന്റ്സ്, പ്രൊസീജിയേഴ്സ് നോക്കുക. ഇത്രയും അമെന്റ്മെന്റ്സ് 42, 44, 73, 74, 106. 106 പഠിക്കാതെ പോകരുത്. 106, 101 ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, റിറ്റ്സ് നോക്കുക, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അങ്ങനെയുള്ളതും കൂടി ഒന്ന് നോക്കുക. ആർട്സ് കുറച്ചധികം നോക്കാനുണ്ട്. ഒത്തിരി വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആർട്സ് വരുന്നത്. അതിലെന്താണ്, കലാരൂപങ്ങൾ വരുന്നുണ്ട്. സ്പോർട്സിലാണെങ്കിൽ കളി, അതിന്റെ വേദികൾ നോക്കുക, കായിക താരങ്ങൾ, ഇനങ്ങള്. പിന്നെ മെയിനായിട്ട് ഒളിമ്പിക്സ്, ഇപ്പം 2 ഒളിമ്പിക്സ് കഴിഞ്ഞു, പാരാലിമ്പിക്സും ഒളിമ്പിക്സും നോക്കുക. രണ്ടും കഴിഞ്ഞുകൊണ്ട് അത് ചോദിക്കാം. പിന്നെ ലിറ്ററേച്ചറിൽ കൃതികൾ നോക്കുക, കർത്താവ്, അത് എഴുതിയതാര്. പിന്നെ ചിലപ്പോൾ കഥാപാത്രങ്ങൾ ഇവിടെ ചോദിക്കാറുണ്ട്. തൂലികാ നാമങ്ങള്, സിനിമകള്, അവാർഡ്സ് എല്ലാം, അത് നമ്മുടെ ഓസ്കാർ പോലുള്ള അവാർഡ്സ്, അതൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പൊ പ്ലസ് എല്ലാം കറണ്ട് അഫയേഴ്സും കൂടി ഒന്ന് നോക്കുക. ഐ ടി നോക്കുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, സൈബർ നെറ്റ്വർക്ക്, ഇത്രയാണ് മെയിൻ ആയിട്ട് നോക്കണം. സോഫ്റ്റ്വെയറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഹാർഡ്വെയറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമ്മുടെ സൈബറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പുതിയ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ സൈബറിലായും IT ആക്റ്റും, ചിലപ്പോൾ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അതും ഇത്രയും എന്താണ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, IT ലോ, അത് എന്തായാലും ഉറപ്പാണ്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ISRO, നാസ, പിന്നെ ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സും കൂടി നോക്കുക. പിന്നെ നോക്കേണ്ടത് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ആണ് കേട്ടോ. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഒത്തിരി ഉണ്ട്. മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, എല്ലാ മാത്സിന്റെ നമുക്ക് ഇനി പഠിച്ചിട്ടില്ലാത്തത് ഒന്നേന്ന് പഠിച്ചു തുടങ്ങണ്ട. അതായത് മാത്സ് എന്ത് ചെയ്യാം, അറിയുന്ന ക്വസ്റ്റ്യൻസ്, കുറച്ച് നമ്മുടെ LDC പോലുള്ള അതിൽ കുറച്ചുകൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പം പഠിച്ചിട്ടുള്ള, ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നിങ്ങൾക്ക് അറിയുന്നതെങ്കിൽ അതിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ തക്ക രീതിയിൽ വേണം പോകാനായിട്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് കുറച്ച് പഠിച്ചു, വർക്ക് ആൻഡ് ടൈം കുറച്ച് പഠിച്ചു, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോ എന്ത് ചെയ്യുന്നില്ല, ഇതൊക്കെ അറിയാം, എന്തൊക്കെ ബേസിക് അറിയാം, ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ വരരുത്. ഇപ്പൊ നിങ്ങൾക്ക് മാത്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് അറിയുന്നതെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ തക്ക രീതിയിൽ എന്ത് ചെയ്യാം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. അപ്പൊ എങ്കിൽ മാത്രമേ അത് നിങ്ങൾ പഠിച്ചത്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചു, പക്ഷെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ ടൈം നിങ്ങൾക്ക് അവിടെ വേസ്റ്റ് ആവുകയാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യത്തക്ക രീതിയിൽ പോവുക, അങ്ങനെ പ്രിപ്പയർ ചെയ്യുക. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കാം. ഇനി മനസ്സിലാവാത്ത ടോപ്പിക്കുകൾ എന്ത് ചെയ്യരുത്, വീണ്ടും കുത്തിക്കയറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അതുപോലെ തന്നെയാണ് മലയാളം ജസ്റ്റ് നിങ്ങൾ ഡെയിലി ഈ വേർഡ്സ്, ഇപ്പൊ പര്യായ പദവും വിപരീതവും ഒക്കെ ആണെങ്കിൽ ഡെയിലി കുറച്ച് വാക്കുകൾ നോക്കി പോയാൽ മതിയായിരിക്കും. എന്നാലും പിന്നെ വാക്യശുദ്ധി, പദശുദ്ധി, അതൊക്കെ എന്ത് ചെയ്യും, കുറച്ചധികം പഠിക്കാനുള്ളത് കൊണ്ട് അതിങ്ങനെ ഡെയിലി ഇപ്പൊ നമുക്കൊരു 30 ദിവസം ബാക്കിയുണ്ടല്ലോ, അതൊന്ന് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറും നോക്കണം, അല്ലാതെ നമ്മളെ വൊക്കാബുലറിയും നോക്കണം. വൊക്കാബുലറി ഇത് പറഞ്ഞതുപോലെ, മലയാളം പറഞ്ഞതുപോലെ തന്നെ 5-6 വാക്കുകൾ, 5-6 10 വാക്കുകൾ തന്നെ എന്ത് പഠിക്കണം. നമുക്ക് ടൈം കുറവായതുകൊണ്ട് അങ്ങനെ പഠിക്കുക. നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് പോവാതിരിക്കുക. മാത്സ് എന്തായാലും നമുക്ക് കിട്ടിയാൽ മാത്രം നമ്മൾ ആൻസർ എഴുതുള്ളൂ. മലയാളം, ഇംഗ്ലീഷും നെഗറ്റീവ് മാർക്ക് ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ പോവാറുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ കറക്റ്റ് ആയിട്ട് അറിയാം, പാസീവ് വോയിസ്, ഇൻഡയറക്റ്റ്, ഡയറക്റ്റ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്താണ്, ആ സ്പീച്ചുകളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഇതായിരിക്കും എന്ന് പറഞ്ഞ് എഴുതരുത്. മലയാളത്തിന് കൂടുതൽ നെഗറ്റീവ് വരുന്നത് അങ്ങനെയാണ്, ഇതായിരിക്കും എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് തന്നെ പോകണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ഒരു 10-20 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് അല്ലാതെ ക്വസ്റ്റ്യൻ ആയിരിക്കും. കൂടുതൽ എന്ത് തന്നെയായിരിക്കും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കും. ഈ പറഞ്ഞതുപോലെ എക്കണോമിക്സിലൊക്കെ പ്രോബ്ലമാറ്റിക്കും ചോദിക്കും. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാത്തിന്റെയും കൂടി കറണ്ട് അഫയേഴ്സ് പോവുക. ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്, അത് ജസ്റ്റ് നോക്കിയാലും മതിയാവും കേട്ടോ. അപ്പം നന്നായിട്ട് പഠിക്കുക. ഇനി പഠിക്കുന്നവർ എന്ത് ചെയ്യുക, ഇത്രയും ടോപ്പിക്കുകൾ മാത്രം പഠിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പം ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാവാത്ത, ഇനിയും വായിച്ചിട്ട് മനസ്സിലാവാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് കൂടുതൽ പഠിക്കാതിരിക്കുക. കാരണം നമുക്ക് സമയമില്ല. നമുക്ക് ഉള്ള സമയത്ത് എന്ത് ചെയ്യുക, ചോദിക്കും ഉറപ്പുള്ള ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോവാ കേട്ടോ. പിന്നെ POയ്ക്ക് നോക്കുക, 21
മുതലുള്ള POക്ക് നോക്കിയിട്ട് പോവുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മാസം സമയമുണ്ട്. കുറച്ചധികം ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.